ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ്, കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അതിൽ ആദ്യത്തെ 15 ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് എ കോസ്റ്റ് യൂണിറ്റ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കോസ്റ്റ് സെൻറ്റർ ചോദിച്ചിരുന്നു, ഇവിടെ കോസ്റ്റ് യൂണിറ്റ് ആണ്. ഡിഫൈൻ ഐഡിൽ ടൈം, സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തു, കഴിഞ്ഞ ക്വസ്റ്റ്യനിലും ഉണ്ടായിരുന്നു ഐഡിൽ ടൈം എന്താണെന്നുള്ളത്. വാട്ട് ഈസ് മാസ്റ്റർ ബഡ്ജറ്റ്, അതായത് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി പ്രിപ്പയർ ചെയ്യുന്നതാണ് മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത് ഫങ്ഷണൽ ബഡ്ജറ്റ് എന്താ, അപ്പോൾ ആ ബഡ്ജറ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും റിപ്പീറ്റേഷൻ എവിടെ വന്നു, എവിടെയാണ് ഇനി ബാക്കിയുള്ള പോയിന്റുകൾ ഉള്ളത്. അപ്പോൾ ഇവിടെ ചോദിച്ചത് മാസ്റ്റർ ബഡ്ജറ്റ് ആണ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചു വാട്ട് ഡു യു മീൻ ബൈ സ്ക്രാപ്പ്, നമ്മൾ യൂസ് ചെയ്തതിൻ്റെ ശേഷം ബാലൻസ് വരുന്നല്ലേ, നമുക്ക് തൂക്കി വിൽക്കാൻ, അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഏർണിങ്സ് വരുന്നതും തൂക്കി വിൽക്കുന്നതും അതാണല്ലോ സ്ക്രാപ്പ് എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം വരുന്നത്. അപ്പോൾ എന്താണ് സ്ക്രാപ്പ് എന്ന് ചോദിച്ചിട്ടുണ്ട്. കോസ്റ്റ് ഷീറ്റ് ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ കോസ്റ്റ് ഷീറ്റ്, അതായത് ഒരു സ്ഥാപനത്തിലത്തെ എല്ലാ കോസ്റ്റും കൂടിയിട്ട് കാണിക്കും, പ്രൈം കോസ്റ്റും അല്ലേ, ഫാക്ടറി ഓവർ ഹെഡും അഡ്മിനിസ്ട്രേഷനും അങ്ങനെ എല്ലാം, ലാസ്റ്റ് സെല്ലിംഗ് പ്രൈസും കൂടെ പ്രോഫിറ്റ് അടക്കം വരുന്നതാണ് കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. പിന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ബാച്ച് കോസ്റ്റിംഗ്, സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് ബാച്ച് കോസ്റ്റിംഗ് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ടൈം ബുക്കിംഗ്, ടൈം ബുക്കിംഗ് ഏത് ടൈമിലാണ് എന്നുള്ളത് ബുക്ക് ചെയ്ത് വെക്കുക നമ്മൾ. അപ്പോൾ ടൈം ബുക്കിംഗ് എന്താണെന്നുള്ളത്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്താണെന്ന്, അപ്പോൾ ഇതൊക്കെ ആയിട്ട് ബന്ധമുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് കഴിഞ്ഞ 21 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നത്. ഡിഫൈൻ ഓവർ ഹെഡ് എന്താണ്, സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് റിട്ടൻഷൻ മണി, വാട്ട് ഈസ് PV റേഷ്യോ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. വാട്ട് ഈസ് വേരിയബിൾ കോസ്റ്റ്, വാട്ട് ഈസ് മെഷീൻ അവർ റേറ്റ്, മെഷീൻ അവർ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ മെഷീൻ റൺ ചെയ്യാൻ വേണ്ടി വരുന്ന നമ്മുടെ ചിലവ് എന്ന് പറയുന്നത് മെഷീൻ അവർ റേറ്റ്. പിന്നെ വാട്ട് ഡു യു മീൻ ബൈ വർക്ക്സ് കോസ്റ്റ്, എന്തിനാണ് വർക്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഡയറക്റ്റ് കോസ്റ്റ്. അപ്പോൾ 4-5 ക്വസ്റ്റ്യൻ ഇവിടെ ഓൾറെഡി റിപ്പീറ്റഡും ആണ്, ഒപ്പം തന്നെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതിൻ്റെ തൊട്ടടുത്ത പോയിന്റുകളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് വളരെ നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് പാർട്ടിനെ നമുക്ക് 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിക്കുക. കാരണം 15 ക്വസ്റ്റ്യൻ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഇനി 2023 കൂടിയേ ഉള്ളൂ. അപ്പോൾ അതും കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ച് വയ്ക്കുക. ഒപ്പം തന്നെ അതിൻ്റെ അടുത്തടുത്ത, കാരണം ഡിഫറെൻറ്റ് ടൈപ്സ് ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് പ്രത്യേകിച്ച് ഒന്ന് നോട്ട് ചെയ്യുക. കാരണം അതിലത്തെ ഒരു ടൈപ്പ് ഈ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ഒരു ടൈപ്പായിരിക്കും അടുത്ത പ്രാവശ്യം ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ അതേപോലെ തന്നെ essay ഒക്കെ എഴുതുന്ന സമയത്തും നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് 15 ക്വസ്റ്റ്യൻസ് വന്നത്. വളരെ നമുക്ക് ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ടൈം വേജ് ആൻഡ് പ്രൈസ് റേറ്റ് സിസ്റ്റം, പീസ് റേറ്റ് സിസ്റ്റം. അപ്പോൾ ആ ഡിഫറെൻറ്റ് ടൈപ്സ് അവിടെ വരുന്നുണ്ടല്ലോ വേജസ് കൊടുക്കുന്നതിൻ്റെ. അപ്പോൾ എന്താണ് ടൈം വേജ്, അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഹാൽസി പ്ലാൻ പ്രകാരമുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയായിരുന്നു അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. 17ാമത്തെ ക്വസ്റ്റ്യനിൽ ABC അനാലിസിസ്, എന്താണ് ABC അനാലിസിസ്, നമ്മൾ സ്റ്റോക്കിനെ ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ, അതിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റിയും പ്രൈസിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് A ഗ്രൂപ്പ്, B ഗ്രൂപ്പ്, C ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് മാറ്റി വയ്ക്കുന്നത്. പിന്നെ ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻസ് എന്തായിരുന്നു, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആയിരുന്നു. ഇപ്രാവശ്യം വീണ്ടും അത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആയിട്ടുള്ള കമ്പാരിസനായി. അപ്പോൾ അതാ ഞാൻ പറയുന്നത്, ക്വസ്റ്റ്യൻസ് വന്നതിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് അടുത്തുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിക്കുന്നത്. കാരണം അവിടെ ടൈം വേജും പീസ് റേറ്റും ചോദിച്ചപ്പോൾ അവിടെ ഹാൽസി പ്ലാൻ ചോദിച്ചിരുന്നു, ABC അനാലിസിസ്, പിന്നെ നമുക്ക് ഫസ്റ്റ് ടൈം വന്ന അനാലിസിസിൻ്റെ വരുന്നത്. പക്ഷേ മെറ്റീരിയൽ അവർ റേറ്റോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അതുമായിട്ട് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. പിന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്, ബ്രേക്ക് ഈവൻ അനാലിസിസിൻ്റെ അസംഷൻസ്. EOQ നമ്മളോട് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടായിരുന്നു അന്ന് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ EOQ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. ആനുവൽ യൂസേജും പർച്ചേസ് പ്രൈസ് പെർ യൂണിറ്റും ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഇക്വേഷനിൽ അങ്ങനെ അപ്ലൈ ചെയ്യാൻ വേണ്ടുള്ളൂ. നെക്സ്റ്റ് 21ാമത്തെ ക്വസ്റ്റ്യൻ, അപ്പോൾ EOQ അവിടെ ക്വസ്റ്റ്യനായി വന്നു, ഇവിടെ നമുക്ക് ചെയ്യാനുള്ള പ്രോബ്ലം ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്ന് വെച്ചാൽ ഏർണിങ്സ് ഓഫ് എ വർക്കർ അണ്ടർ ഹാൽസി പ്ലാൻ ഫ്രം ദ ഫോളോയിങ്. അപ്പോൾ സെയിം സംഭവം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തു. ഇവിടെയും എന്താ ചോദിച്ചിരിക്കുന്നത്, ഹാൽസി പ്ലാൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി 22ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പം ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഡയറക്റ്റ് ലേബർ കോസ്റ്റും മെഷീൻ അവേഴ്സും
ഡയറക്റ്റ് ലേബറും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞതിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഡിഫറെൻറ്റ് ലെവൽസ് ആയിരുന്നു. റീ ഓർഡറിങ് ലെവൽ, മിനിമം ലെവൽ, മിനിമാക്സ് ലെവൽ, അതൊക്കെയായിരുന്നു. മാക്സിമം ലെവലൊക്കെ ആയിരുന്നു. ഇവിടെ ഒന്നും കൂടി ഒന്ന് കോസ്റ്റ് ഷീറ്റ് ചോദിച്ചിരുന്നു, ജോബ് കോസ്റ്റ് ഷീറ്റ്. അപ്പോൾ അതൊന്നും ഒന്ന് മാറ്റി പിടിച്ചിട്ടേ ഉള്ളൂ. ഡയറക്റ്റ് ലേബർ കോസ്റ്റും മെഷീൻ അവേഴ്സും അതേപോലെ തന്നെ ഡയറക്റ്റ് ലേബറും ഇതൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് കാൽക്കുലേറ്റ് BEP, ബ്രേക്ക് ഈവൻ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളോട് ബ്രേക്ക് ഈവൻ ചാർട്ടും ആ എമൗണ്ടും എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ 23rd ക്വസ്റ്റ്യനിലായിരുന്നു. അപ്പോൾ എല്ലാ ഐറ്റംസൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഫിക്സഡ് എക്സ്പെൻസും വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റും സെല്ലിംഗ് പ്രൈസും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ആ ഒരു എന്താ പറയുക, അതേ രീതിയിൽ തന്നെ രണ്ടാമത്തെ പാറ്റേൺ നമുക്ക് സെക്ഷൻ ബിയിലേക്ക് വരുമ്പം കറക്റ്റായിട്ട് 4 തിയറി ക്വസ്റ്റ്യനും ഉണ്ട്, അടുത്ത 4 പ്രോബ്ലം ആയിരുന്നു. ശരിക്കും കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതിലൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ ഒരു സെക്ഷനിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇനി എസ്സേയിലേക്ക് പോവുകയാണെങ്കിൽ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് വൺ ഒരു തിയറി ക്വസ്റ്റ്യനും ബാക്കി 3 ആയിരുന്നു പ്രോബ്ലം പേപ്പർ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സെയിം പ്രോബ്ലം ചെയ്യാണ്ടായിരുന്നത്. അപ്പോൾ അതേ പാറ്റേൺ തന്നെ എവിടെയും ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എസ്സേയിൽ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ തിയറി പ്രതീക്ഷിച്ചാൽ മതി, ബാക്കി 3 പ്രോബ്ലം ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മളോട് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. സെയിം ക്വസ്റ്റ്യൻ നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന അതേ സംഭവം തന്നെയാണ്. കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് കാണാനും പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രോഫിറ്റ് 20% തരികയാണെങ്കിൽ കിട്ടണമെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും എന്നുള്ളതും കൂടി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡയറക്റ്റായിട്ട് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് മാത്രമാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. 26ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വന്നപ്പോഴോ ഇവിടെ 3 ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഫാക്ടറി ഓവർഹെഡ്, കോസ്റ്റ് ഓഫ് 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. 3 ഡിപ്പാർട്ട്മെൻറ്റ് തന്നിട്ടുണ്ട്. അത് എങ്ങനെ അപ്പോർഷൻ ചെയ്യണം തന്നിട്ടുണ്ട്. നമ്മളോട് കാൽക്കുലേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്. അപ്പോൾ ഓവർഹെഡിൻ്റെ 2 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ അവിടെ വന്നത്, അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്. ഇനി 27th ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇയറും സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അവിടെ ഇയർ തന്നിട്ടുണ്ട്, സെയിൽസും പ്രോഫിറ്റും ഒക്കെ തന്നിട്ടുണ്ട്. നമ്മളോട് PV റേഷ്യോയും ബ്രേക്ക് ഈവൻ പോയിൻറ്റും ഫിക്സഡ് എക്സ്പെൻസും പ്രോഫിറ്റ് വെൻ സെയിൽസ് ആർ ₹250,000. സെയിൽസ് 250,000 വരണമെങ്കിൽ പ്രോഫിറ്റ് എത്രയായിരിക്കും, സെയിൽസ് 250,000 ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് നമുക്ക് എത്ര ഉണ്ടായിരിക്കും എന്നുള്ളതും കൂടി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഏകദേശം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ 2 നമ്മൾ ചെയ്തപ്പോൾ തന്നെ ഒരുപാട് സാമ്യതകളുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ആകുമ്പം കറക്റ്റ് ആ 3 ഇയറിലത്തെ ആ ഒരു പാറ്റേൺ ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറും ഇതേ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യും. ക്വസ്റ്റ്യൻ എന്നല്ല ഞാൻ പറഞ്ഞത്, ഇതേ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്യും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു നല്ലൊരു മാറ്റത്തോടു കൂടി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആവാനും അവിടെ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. അപ്പോൾ ഫസ്റ്റ് 15 ക്വസ്റ്റ്യൻ എന്തായാലും തിയറിയാണ് ഇപ്പോൾ 2 ചോദിച്ചു കണ്ടിരിക്കുന്നത്. സെക്ഷൻ ബിയിലേക്ക് വന്നപ്പം 4 തിയറി ക്വസ്റ്റ്യനും 4 പ്രോബ്ലം ആണ് ചോദിച്ചിരിക്കുന്നത്. എസ്സേയിലേക്ക് വരുമ്പം ക്ലിയർ ആയിട്ട് തന്നെ ഫസ്റ്റ് 1 തിയറിയും ബാക്കി 3 ക്വസ്റ്റ്യനും പ്രോബ്ലം ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്നും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ എന്തായാലും പഠിച്ചു വയ്ക്കുക. ഇതിനോട് സാമ്യമുള്ളതോ ഇതേ ക്വസ്റ്റ്യൻസോ, കാരണം ഇപ്പോൾ നമ്മുടെ ഈ 2 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ തന്നെ നമുക്കത് മനസ്സിലായിട്ടുണ്ട്. കാരണം ഒന്നില്ലെങ്കിൽ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ തന്നെ അതിനോട് അനുബന്ധിച്ചിട്ട് വരുന്ന കുറേ കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു 3ാമത്തെ പേപ്പറും കൂടി ചെയ്യുമ്പം കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നുള്ളതാണ് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരുപാട് പേര് ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലാസ് ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രം ഒന്ന് പോസ്റ്റ് ചെയ്യുന്നതാണ്. അല്ലാതെ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് പോകാൻ ഇപ്പോൾ ടൈമില്ല. കുറച്ച് പോർഷൻ ക്യൂഡിറ്റിയും കൂടി അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ കിട്ടുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ട് നിങ്ങൾ അതെങ്കിലും ഒന്ന് പഠിച്ചെടുക്കുക എന്നുള്ളത് മാത്രമേ ഇപ്പോൾ ചെയ്യാനുള്ളൂ. കാരണം ഈ 3 ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ച് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പാസ്സാവാനുള്ള മാർക്ക് അവിടെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും തരുന്നത്. ഒരുപാട് പേര് ഇതിൻ്റെ ഒപ്പം ആൻസേഴ്സ് കൂടി ഇടൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വർക്കിലായതുകൊണ്ട് നമുക്ക് കൂടുതലായി ഡീറ്റെയിൽ ആയിട്ട് പോകാനൊന്നും അവിടെ സാധ്യമല്ല. അതുകൊണ്ടാണ്. അപ്പോൾ ആ കാര്യം ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ചാപ്റ്റർ എന്നൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുകൊണ്ട് ഒരു ഹെൽപ്പ് ആവും എന്നുള്ളത് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ,
അല്ലാണ്ട് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോന്നും പറഞ്ഞു തരാനുള്ളൊരു സമയമൊന്നുമില്ല. അപ്പോൾ എന്തായാലും മറക്കാതെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇതേപോലെ ഹെൽപ്പ് ആവശ്യമുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക്